അതായത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവർ പറയുന്ന ആരോപണം, അതായത് അവരുടേതല്ലാത്തൊരു സ്പേസിൽ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ കുറച്ചുപേർ ചേർന്ന് അവരുടെ ഫോൺ വാങ്ങി അത് പരിശോധിക്കുന്നു, അവരെ തടഞ്ഞു വെച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നതിൽ നിയമപരമായ സാധ്യതയൊക്കെ ഇല്ലേ? അല്ല, ഒറ്റക്കാര്യം അതായി തടഞ്ഞു വെച്ചു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? പിന്നെ ഫോൺ ഞങ്ങൾ പിടിച്ചു വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ഫോൺ തരാൻ പറഞ്ഞു, ജിപേ കാണിക്കാൻ പറഞ്ഞു. ജിപേ കാണിക്കുമ്പോൾ ഞങ്ങൾ കാണുക, ഇത് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. ഈ കുട്ടികൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വീഡിയോ അവർ തന്നെ ഇറക്കിയിരിക്കുന്നതിൽ അവരുടെ കയ്യിൽ ഫോൺ ഇരിക്കുക. ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലിരുന്നാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ സ്റ്റാഫും ഉണ്ട്. ആ വീഡിയോക്കകത്ത് കുട്ടികൾ എഴുതി തരുന്ന പത്രത്തിന്റെ ഒരു ഫോട്ടോ അവർ ഇറക്കിയിരിക്കുന്നു, ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന്. അതിനകത്ത് ഇവരുടെ കയ്യിലെല്ലാം ഫോൺ ഇരിക്കുക. ഇനി എവിടെയാണ് ഞങ്ങൾ ഫോൺ തട്ടിപ്പറിച്ചത്? എന്തെങ്കിലും തെളിവ് വേണം. ഇവർ പറയുന്നതിന് എന്തെങ്കിലും അവരൊരു പ്രൂഫ് കാണിക്കട്ടെ. നിങ്ങൾ ആലോചിക്കുക, കേസ് കൊടുത്ത ഞങ്ങളുടെ ഭാഗത്ത് വേണ്ടത് എന്താ? ഈ കുട്ടികളുടെ ബാങ്ക് റെക്കോർഡ്സ് സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തു നോക്കിയാൽ ഈ കേസ് അവിടെ തീരും. ബാക്കി എന്ത് വേണം ഈ കുട്ടികൾ വരട്ടെ, എന്ത് ആരോപണമായിട്ട് വരട്ടെ, പക്ഷെ തെളിവുണ്ടോന്ന് നിങ്ങളും കൂടി ഒന്ന് ചോദിക്കുക. ഇനി ഞങ്ങൾ എപ്പോഴും ഏത് ചോദ്യത്തിനും മറുപടി തരാൻ ഞാനിവിടെ ഉണ്ട്. കേട്ടില്ല, ഒന്നുകൂടി ചോദിക്കാം. അതെ, കൗണ്ടർ കേസ് കൊടുത്ത ആ പെൺകുട്ടികളുടെ പരാതിയിലാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് അങ്ങനെക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. അത് പോലീസ് തിടുക്കപ്പെട്ട് അന്ന് കൊടുത്ത പരാതി മുഖവരേക്ക് എടുക്കാതെ കൗണ്ടർ കേസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് തോന്നുന്നുണ്ടോ? പോലീസ് അങ്ങനെ തിടുക്കപ്പെട്ടാണ് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തതെന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന അതേ കൺസേൺ നമുക്കും തോന്നുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറയാറുള്ള സംഭവം, എൻ്റെ അച്ഛനൊക്കെ യൂണിഫോം ഇട്ടിരുന്നവരാണ്. ഞാൻ എന്നും യൂണിഫോം ഇടുന്നവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം. ആര് തെറ്റ് ചെയ്തോട്ടെ, ഇപ്പം നമ്മളും എന്താണ് പറയുന്നത്, നമുക്ക് അനുകൂലമായൊരു തീരുമാനം വേണമെന്നോ നടപടി വേണമെന്നോ അല്ല, നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തുക. ആ നിഷ്പക്ഷത ഇതിനകത്ത് എവിടെയോ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കില്ലല്ലോ, കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കുട്ടികളും എൻ്റെ മോളുമായിട്ട് വളരെ സൗഹൃദത്തിലാണ്. അത് ഈ കുട്ടികളുടെ ഏതെങ്കിലും ചടങ്ങുകളുടെ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, എല്ലാത്തിലും ഈ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാത്തിലും വളരെ അടുപ്പത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കുറേ വീഡിയോകളാണ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു ജസ്ന? അനുവാദം കൊടുത്തിട്ടില്ല. നമ്മൾ ഒരിക്കലും QR കോഡ് കമ്പനിയിൽ ഇരിക്കുമ്പോൾ എന്തിനാ ഇവരുടെ QR കോഡിൽ വാങ്ങിക്കാൻ അനുവാദം കൊടുക്കണ്ടേ? പിന്നെ ഇവർ ഈ പറഞ്ഞ എന്തോ ഒരു ടാക്സ് ഇഷ്യൂവിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ കാര്യം ഞാൻ പറയാം, നമ്മൾ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നവർ, അതിപ്പോൾ നമ്മൾ ഈ കേസ് നമ്മൾ ബോധിപ്പിക്കണമല്ലോ, നമ്മുടെ എല്ലാ റെക്കോർഡ്സ് ഇരിക്കുകയാണ്. ടാക്സ് അടയ്ക്കാൻ വേണ്ടി അല്ല എന്തെന്നോ തട്ടിപ്പടത്താൻ വേണ്ടി ഡെയിലി ഞങ്ങളുടെ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ ഓൺലൈൻ ബിസിനസ്സിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയർന്നു വരികയും കൃഷ്ണകുമാറിനെതിരെ പരാതി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഉള്ള കൃഷ്ണകുമാറിന്റെ പ്രതികരണം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.